ഒന്നുമല്ലത്, നിങ്ങളെയാണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അയൺ ഫാർം ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിന്ന് ക്രിയേറ്റീവിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സർവൈവലിൽ ഉണ്ടാക്കാം. അത്ര എളുപ്പമായ സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സ്ഥലപരിമിതിയുണ്ട്, ചെറിയൊരു ഫാർമാണ്, ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇത് വലുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷവലൊന്നും വേണ്ട, ഷവലൊക്കെ എൻ്റെ പട്ടിക്കാണ്. ആർക്കും വേണം ഷവല്. നമുക്ക് 5x5 അല്ല 5x7 ആണ് 5x7 1 2 അല്ല 7x7 ആണ്. 7x7 3 4 5 6 7. അങ്ങനെ തന്നെയാണോ? അങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇങ്ങനെയല്ല. അയ്യോ, മാറിപ്പോയതാണ്. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ ഞാൻ എൻ്റെ സോറി ഇങ്ങനെയൊന്നും അല്ല. ഈ പൊട്ടനെ കൊണ്ട് ഞാൻ തോറ്റ്. 5x5 ആണ് വേണ്ടത്. 1 2 3 4 5. ഓക്കെ, ഇപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ട്? 1 2 4 5. നീ ഇവിടെ 1 ഇപ്പോൾ 2 3 4 5. 1 2 3 4 5. അയ്യോ, ഇങ്ങനെയല്ല. 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 6x6 ആണ്. എടാ പൊട്ടാ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം നിങ്ങൾ പോയി ഉണ്ടാക്കാൻ. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. ഒരു ലൈക്ക് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ്. ഇതിപ്പോൾ സ്ക്വയർ ആയോ? അപ്പം 1 1 2 3 4 5 6. 1 2 3 4 5 6 7. ഇട പൊട്ടാ. ഓക്കെ, ഇനി ഇത് 2 ബ്ലോക്കും കൂടി താത്തി കുഴിക്കണം. 2 ബ്ലോക്കും കൂടി. 1 2. ഞാനിതാ വരുന്നത്. ഇത് മുഴുവൻ കുഴിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് മുഴുവൻ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും വില്ലേജ് അപ്ഡേറ്ററിൽ നിന്നൊക്കെ 100-150 ബ്ലോക്ക് മാറി വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അയ്യോ, ഇനി നമുക്ക് ഇവിടെ 1 2 3 4. അയ്യോ, ഇത് 4 ഉള്ളോ? എടാ, എന്നെ കൊണ്ട് തന്നെ ഞാൻ തോറ്റ്. മര്യാദക്ക് ഞാൻ കുഴിച്ചു വെച്ചതായിരുന്നല്ലോ. ഇത് ഞാൻ മൂടിയിട്ടല്ലേ. ഓക്കെ, ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 5x5 വീണ്ടും കുഴിക്കണം. അത് 6 ബ്ലോക്ക് ഡീപ്പിൽ. എന്തത്? ഇത് 4 ഉള്ളോ? ഇതെന്തായാലും വർക്കാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്.
വർക്കായില്ലെങ്കിൽ വർക്കാവും എന്തായാലും. ഇത് ജാവ വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. ബെഡ്റോക്കിൽ എന്തായാലും വർക്കാവും, ഉറപ്പാ. ഉണ്ടാക്കുന്ന രീതിയൊക്കെ ശരിയാണെങ്കിൽ. എനിക്ക് ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത് എൻ്റെ വേറൊരു വേൾഡ് ഞാനൊരു ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു വില്ലേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയൺ ഗോള സ്പോൺ ആയില്ല. കാരണം വില്ലേജസ് അങ്ങനെ ആവൂല, ആ വില്ലേജ് അടുത്തുണ്ടാവാൻ പാടില്ല. ഇനി 5 ബ്ലോക്കും കൂടി കുഴിക്കണം. 1 ഇപ്പോൾ 2ആയി, ഇപ്പം 3 ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 1 2 3 4 5, ഇപ്പോൾ ടോട്ടൽ 6 ബ്ലോക്കാണ് ഡീപ്പ്. ഇനി ഇതിങ്ങനെ തന്നെ അങ്ങ് കുഴിക്കണം. ഇത് കുഴിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബെഡ് കയ്യിലേക്ക് ബെഡ് നമ്മൾ തൽക്കാലത്തേക്ക് റെഡ് ബെഡ് കയ്യിലേക്ക് എടുക്കാം. പിന്നെ കുറച്ച് എന്തെങ്കിലും ഡെർട്ടോ എന്തെങ്കിലും ഒരു ബ്ലോക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കുക. ഫുള്ള് വെക്കരുത്. ഇവിടെ നടുക്ക് ഒരു ബ്ലോക്ക് ഇത് വേണം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബെഡ് എടുത്തിട്ട് 1 2 3 4 5 1 2 3 4 5. ഇനി ഞാൻ വെക്കുന്നത് തന്നെ വെക്കണം. ഓക്കെ, ഇനി ഇവിടെയുള്ള എല്ലാ ബ്ലോക്കും പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, ഇത് മുഴുവൻ നമുക്ക് പൊട്ടിച്ച് മാറ്റണം. പിന്നെന്തിനാ വെച്ചതെന്ന് എനിക്കൊരു സംശയം ഉണ്ടാവും. അത് ഇവിടെ ഈ ബെഡ് പ്ലേസ് ആവാൻ വേണ്ടിയാണ്. എയറിൽ ബെഡ് ഇത് പ്ലേസ് ആവൂല. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ മുഴുവൻ അങ്ങ് ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സെൻറ്ററിലായിട്ട് ഒരു ബ്ലോക്ക് വെക്കണം. 4 സൈഡിലും ഇങ്ങനെ ഓരോ ബ്ലോക്കും കൂടി വെക്കണം. ഓക്കെ, ഇനി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ടോർച്ച്. ഒരു ടോർച്ച് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി കുത്തി വെക്കണം. ഇനി നമ്മുടെ ഫ്ലഷിംഗ് ടേബിൾ വേണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലഷിംഗ് ടേബിളാണ്. കാരണം മറ്റേ ലെറ്റേണും ബുക്കിൻ്റെ മറ്റേ സ്മിത്തും ബ്ലാസ്റ്റ് ഫർണൈസും ഒന്നും മറ്റേ ഈ വെതറിലൊന്നും റെയിനിലൊന്നും വർക്ക് ചെയ്യത്തില്ല. തണ്ടർസ്ട്രോം ആണെങ്കിൽ ഇവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് കുറയും. അത് ഏറ്റവും നല്ലത് ഫ്ലഷിംഗ് ടേബിളാണ്. അതാകുമ്പോൾ എപ്പോഴും വർക്ക് ആയിക്കോളും. ഈ മുയലും കുഞ്ഞിനെ പിടിച്ച് തുള്ളിക്കളിക്കുന്ന കുഞ്ഞപ്പോഴും പോലെ കിടന്ന് കളിക്കപ്പോടാ. അപ്പോൾ അതൊന്നും കൊണ്ട് ഓടണേ, പറടാ നിനക്കെന്താ എന്നോട് പറയാനുണ്ട്, പറ, മുഖത്ത് നോക്കി പറ. എന്ത് ഓ ഓക്കെ. ഇനി നമുക്ക് 20 വില്ലേജസിനെ എന്നാൽ പിടിച്ചിടണം. 2 3 കുഞ്ഞുങ്ങൾ വേണ്ട.
അതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു സ്വാഡ്, ഞാനിപ്പോൾ നെതറേറ്റ് എടുക്കാം. നമ്മൾ സ്വാഡും കൈ വെച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി. അയ്യോ സോറി മാനെ, ഞാൻ നിന്നെ നൈസായിട്ട് അങ്ങ് തട്ടിക്കളയുക. ആ ചേട്ട 2 3 4 5 6 എത്രയെണ്ണമായി? 6 എണ്ണമായി. 7 8 9 10 11 12 13 14 15 അയ്യോ 15 16 17 18 അയ്യോ 18 19 20. അയ്യോ ഗ്രീൻ കോട്ട് വേണ്ട, ഗ്രീൻ കോട്ട് പാടില്ല. ഓക്കെ, ഇപ്പോഴാണ് 20 വില്ലേജറായി. ഈ ടോർച്ച് വെക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മറന്നാലും 19 വില്ലേജേഴ്സ് ആയാലും കുഴപ്പമില്ല, ടോർച്ച് വെക്കാൻ മറന്നു പോയേക്കരുത്. കാരണം ഇതിനകത്ത് സോംബി സോണായിട്ട് ഇത് മുഴുവൻ സോംബി വില്ലേജറാകും. അതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഓക്കെ, ഇപ്പം ഇത് മൂടിയിട്ടുണ്ട്. അയൺകോൾ ഇപ്പോൾ ഇവിടെ സ്പാണാകേണ്ടതാണല്ലോ, എന്താ പറ്റിയേ? ഓ, ഈ മുയലുകളുള്ളപ്പോൾ സ്പോൺ ആവിയല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ ഞാൻ മുയലുകളുള്ളപ്പോൾ സ്പോൺ ആവേണ്ടതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി പണി നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുഴുവൻ. ഓക്കെ, നീ അയ്യോ ഇതിലുള്ള സോംബി സ്പോണായ അത് 20 എണ്ണം ഉണ്ടോ? അയ്യോ ഡാ, ഓ ഈ മുയലും കുഞ്ഞ് ഇവിടെ ഉണ്ടല്ലേ. പൂച്ച സാറ് സ്പോണാവാൻ തുടങ്ങി. അതാണ്ടേ അയൺകോള സ്പോണായി. ചത്ത് നീ നോക്കണ്ടേ? നിനക്ക് നിന്റെ വിധി ഞാനാ വെച്ചത്, നീ ചത്തു. ഓക്കെ, അയ്യോ ഇനി ഇതാ ഇവിടെ ഇങ്ങനെ വെക്കണം ഒരു ബ്ലോക്ക്. ഇങ്ങനെ ഇങ്ങനെ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം വേണം, കുറച്ച് വെള്ളം ഒരു ബക്കറ്റ് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ അയ്യോ ചെസ്റ്റ് ഒരു കുറച്ച് ഹോപ്പറും വേണം, ചെസ്റ്റും വേണം. ചെസ്റ്റ് അയ്യോ ഇവിടെ വെള്ളം വേണ്ട, ഞാൻ അറിയാതെ ഒഴിച്ചു പോയതാ ചേട്ടാ. അമ്മമാരെ കൊണ്ട് ശല്യായല്ലോ. എന്നെ നെതറൈറ്റ് വാളെന്തി? ചാവ്, പൂച്ചക്കര വിട്ട് കൊടുത്താ ഇപ്പൊ ചാവും. പൂച്ചക്ക് ഇത്രയും തരുമോ? അയ്യോ, നീ
ഇതങ്ങ് പൊട്ടിച്ചണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ 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 അയ്യോ അങ്ങനെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഹോപ്പർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. അയ്യോ അവിടെയല്ല, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ചേട്ടാ ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. പോടാ. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് വരാം. ഞാൻ നാച്ചുറൽ സ്പോണിങ് മോബ്സ് ഓഫാക്കിയിട്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ നാച്ചുറൽ സ്പോണിങ് മോബ്സ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഹോപ്പർ കയ്യിലേക്ക് എടുത്തിട്ട് ക്രൗ ചെയ്തിരിക്കുക. എന്നിട്ട് അതാ ഇങ്ങനെ ഓക്കെ ഇപ്പോൾ സെറ്റ്. ഇവന്മാർ നേരത്തെ സ്പോൺ ചെയ്യുന്ന ഞാൻ അറിയില്ല. എൻ്റെ പുറകെ നിൽപ്പുണ്ടായിരുന്നു. ഓക്കെ, ഇത് നേരെ ആ ചെസ്റ്റിനകത്ത് പോയി ഇരിക്കേണ്ടതാണ്. ഓക്കെ പോയില്ലേ, ചെസ്റ്റിലേക്ക് കണക്റ്റായില്ലേ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താ, ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് 3 ബ്ലോക്ക് 4 ബ്ലോക്ക്, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാണ്ട് എത്തി. ഇനി ഇവിടെ മൈൻഡ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഫ്ലഷിംഗ് ടേബിൾ മാറ്റാം. അയ്യോ, സ്ലാബ് എടുത്തിട്ട് ഇവിടെ 2 സ്ലാബ് ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇത് വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സൈൻ ബോർഡ് എടുക്കണം. വില്ലേജേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ സൈൻ ബോർഡ് എടുത്തിട്ട് സൈൻ ബോർഡ് എന്ത് ചെയ്യും, ഇതാണ് ഇരിക്കുന്നത് സൈൻ ബോർഡ്. പിന്നെ ഒരു ബക്കറ്റ് ലാവയും വേണം, ഒരു പാത്രം ലാവ. എന്നിട്ട് ഒരെണ്ണം ഇവിടെ അങ്ങനെയാണോ? അങ്ങനെയല്ല, അയ്യോ മാറിപ്പോയതാണ്. ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം, പിന്നെ അയ്യോ ഇവിടെ ഒരെണ്ണം. ഓക്കെ, ഇനി നമ്മുടെ ഒരു ബക്കറ്റ് ലാവ എടുത്ത് ഇവിടെ ഒഴിക്കണം. എന്നിട്ട് ക്യാമ്പ് ഫയർ എടുക്കണം. ക്യാമ്പ് ഫയർ എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വീണ്ടും വെക്കണം. എന്നിട്ട് ഇതാ ഇതും കൊണ്ട് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ പണി ഇത്രേ ഉള്ളൂ. അയ്യോ ഇനി ഇത്രയല്ല, ഇനി നമുക്ക് പണിയുണ്ട് കുറച്ചുകൂടെ. നമുക്ക് 7 ബ്ലോക്ക് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7. എന്നിട്ട് ഇവിടുന്നും 1 2 3 4 5 6 അയ്യോ കുഴപ്പമില്ല 7. ഇവിടെ ഇങ്ങനെ ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്യണം. അതെനിക്ക് വേണ്ടിയ. ഇനി ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് പോയി നാച്ചുറൽ സ്പോണിങ് മോബ് ഓണാക്കിയിട്ട് വരാം.
ഇതാണ്ട് അയൺഗോളം സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാർം എഫിഷ്യൻ്റ് ആണ് ഏകദേശം. ഇവനിപ്പോൾ ഈ ലാവയിൽ ചാടും. ഓക്കെ, ലാവ ചാടി. ഇതാടെ അടുത്തവൻ സ്പോണായി. ഇത് ചെയ്തില്ലേൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇത് വെച്ചില്ലേൽ പുറത്ത് ഇവന്മാർ സ്പോണാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലാഡറും ട്രാപ്പ് ഡോറും ഒക്കെ വെക്കാം. ഞാനിപ്പോൾ ഇത് വെക്കുന്നില്ല. അതല്ല, അതെന്താ കളക്ട് ആവാത്തത്? എൻ്റെ ഹോപ്പർ കളക്ട് ആവുന്നില്ലല്ലോ. ഉയ്യോ, എൻ്റെ ചെസ്റ്റ് വെച്ച് മിസ്റ്റേക്ക് പറ്റി. ഞാൻ ചെസ്റ്റ് നേരെ തിരിച്ചാ വെച്ചത്. അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ റെഡിയാ. ഇത് മറ്റേ കളക്ട് ആവൂല മര്യാദക്ക്. അപ്പം നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ ഇതാ ഈ വെള്ളം ഇത് എന്തായാലും കളക്ട് ആവൂല മര്യാദക്ക്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഹോപ്പർ വീണ്ടും എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വെള്ളം അന്നേരം മാറ്റണം, അല്ലെങ്കിൽ അടിയിലത്തെ ഇത് പോകും. ഹോപ്പർ വീണ്ടും എടുത്തിട്ട് ഇതാ ക്രൗ ചെയ്തിരുന്നിട്ട് ഇതിവിടെ മറ്റ് ഹോപ്പറുമായിട്ട് കണക്റ്റായി ഇരിക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. ഓക്കെ, വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഇവിടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും. അത് ഞാൻ അറിയാതെ വെച്ചു പോയതാ. ഓക്കെ, സെറ്റ്. ഇനി സ്പോണാകുന്ന അയൺഗോളത്തിൻ്റെ അയണല്ല, നേരെ ആ ചെസ്റ്റിനകത്ത് വന്നിരുന്നോളൂ. ഇപ്പോൾ കണ്ടോ, ഇതാ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലത്തെ ഇനി അടുത്ത് ഞാൻ വില്ലേജർ ബിൽഡർ ഉണ്ടാക്കുന്നതും ബസാൾട്ട് ജനറേറ്റർ ഉണ്ടാക്കുന്നതും കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നതെല്ലാം ഇടുന്നുണ്ട്. ഇങ്ങനെ പക്ഷെ എൻ്റെ ലെറ്റ്സ് പ്ലേയുടെ വീഡിയോനകത്ത് ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡിനകത്ത് ഞാൻ ഇതൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ഇത് മറ്റേ ലെറ്റ്സ് പ്ലേ കാണാത്തവർക്കായിട്ടാണ് ഇത്. എല്ലാവരും ലെറ്റ്സ് പ്ലേ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് നമ്മുടെ ഫാം നല്ല എഫിഷ്യൻ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഇതാ പറഞ്ഞ നേരം കൊണ്ട് 28 അയണായി 30 അയണായിട്ടുണ്ട്. 31. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വില്ലേജ് ബിൽഡർ ഉണ്ടാക്കുന്ന എപ്പിസോഡ് എങ്ങനെയാണ് ഇടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണാം.